ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. പഴയന്നൂർ കല്ലേപ്പാടം ശ്രീ ഇലമണ്ണിൽ ക്ഷേത്രത്തിൽ നിറമാല മഹോത്സവം ഭക്തിസാന്ദ്രമായി. ദേവൈ സമേതേ സമരേ നിശുംഭേന പരാജിതൈഃ ശരീരകോശാദ്യസ്യ പാർവത്യാ നിശ്രിതാംബിക കൗശികീതി സമസ്തേഷു തതോ ലോകേഷു ഗീയതേ തസ്യാം വിനിർഗീയതായ തു കൃഷ്ണോ സാമി പാർവതി കാളികേതി സമാഖ്യാതാ ഹിമാചലകൃത. പഴയന്നൂർ കല്ലേപ്പാടം ശ്രീ ഇലമണ്ണിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിറമാല മഹോത്സവം അതിവിപുലമായി ആഘോഷിച്ചു. കൊച്ചി രാജാവ് കാശി ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചതുപ്രകാരം അദ്ദേഹത്തിന്റെ കൂടെ കോഴിപ്പുറത്തേറി ഭഗവതി പുറത്തുവന്നു എന്നാണ് പഴയന്നൂർ ഭഗവതിയുടെ ഐതിഹ്യം. വരുന്ന വഴിക്ക് വിശ്രമിക്കുന്നതിനായി കല്ലേപ്പാടം ഭാഗത്ത് ഇലനുള്ളി രാജാവ് ഇട്ടുകൊടുക്കുകയും ഇലനുള്ളി മണ്ണിൽ വെച്ചിരുന്നതിനാൽ അത് ലോപിച്ച് ഇലമണ്ണിൽ ഭഗവതിയായി മാറുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ഇലമണ്ണിൽ ക്ഷേത്രം പഴയന്നൂരമ്മയുടെ മൂലക്ഷേത്രമാണ്. ഇന്ന് നിറമാലയാണ് നടക്കുന്നത്. പഴയന്നൂർ അമ്പലത്തിൽ ആറാട്ട് നടക്കുന്നതിന് മുമ്പേ ഇവിടെ നിറമാല നടത്തണം എന്ന് പ്രശ്നവിധിയാൽ തെളിഞ്ഞ കാരണം മീനമാസത്തിൽ ആറാട്ടിന് മുമ്പേ നടത്തുകയാണ്. ഇന്ന് നിറമാലയുടെ ചടങ്ങുകൾ ഇന്ന് രാവിലെ ഗണപതി ഹോമത്തിൽ തുടങ്ങി ഉഷപൂജ, അത് കഴിഞ്ഞ് പ്രസാദകൂട്ടുണ്ട്, അത് കഴിഞ്ഞ് നിറമാലയുണ്ട്. വൈകിട്ട് ചുറ്റുവിളക്ക്, ഉച്ചപൂജയുണ്ട്. എല്ലാ ഭക്തജനങ്ങൾക്കും വരാം, പങ്കുചേരും. രാവിലെ 5 മണിക്ക് ഗണപതി ഹോമത്തോടെ തുടങ്ങിയ ചടങ്ങുകളിൽ 6 മണിക്ക് ഉഷപൂജ, ലളിതാ സഹസ്രനാമം, ഉച്ചയ്ക്ക് പ്രസാദൂട്ട്, വൈകിട്ട് ചെണ്ടമേളം, ചുറ്റുവിളക്ക്, വിശേഷാൽ പൂജ, നിറമാല സമർപ്പണം എന്നീ ചടങ്ങുകൾ നടന്നു. വൈകിട്ട് 7 മണിക്ക് തായമ്പകയും കോമഡി മിമിക്സ് നൈറ്റും കുട്ടികളുടെ നൃത്തനൃത്യങ്ങളും തിരുവാതിരക്കളിയും അരങ്ങേറി. ചിറ്റൂര് കൊങ്ങമ്പട കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു ഇടത്താവളം എന്നുള്ള നിലയ്ക്ക് ഇലനുള്ളി ഇരുന്ന സ്ഥലം എന്നുള്ള പേരിലാണ് ഇലനുള്ളിക്കാവ് എന്നറിയപ്പെടുന്നത്. അതിന് പഴയന്നൂർ ഇവിടുന്നാണ് പിന്നെ പഴയന്നൂർ ആൽത്തറയിലേക്ക് പോകുന്നത്. അപ്പോൾ ചിറ്റൂരിൽ നിന്ന് വരുന്ന വഴി ഒരിടത്താവളം, ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്ത് പോയി എന്നുള്ളതാണ് അതിൻ്റെ സങ്കല്പം. ഇവിടുന്ന് പിന്നെ അത് കഴിഞ്ഞ ശേഷമാണ് പഴയന്നൂർ പോയി അവിടെ ചെന്ന് ആലിൻ്റെ ചുവട്ടിലിരുന്ന് അവിടുന്ന് പിന്നെ നമ്മുടെ തെരപ്പള്ളിയിലേക്ക് എത്തുന്നത് അതിനുശേഷം. അപ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ ഇതിനകത്തുണ്ട് പഴയന്നൂർ ഭഗവതിയെ പറ്റി. അത് മൂലസ്ഥാനമാണ് പഴയന്നൂർ ഭഗവതിയുടെ, അന്നപൂർണേശ്വരിയുടെ മൂലസ്ഥാനം. ഒപ്പം തന്നെ പഴയന്നൂർ അമ്പലത്തിൽ നിന്ന് സാധാരണ ആചാരപ്രകാരം നമ്മൾ പറയാറുള്ള ഋതുവായിരിക്കുന്ന സമയത്ത് മാറിയിരുന്ന സ്ഥലമാണ് പന്തീരുകാവ്. അപ്പം അങ്ങനെ ഒരു ചരിത്രങ്ങൾ പഴയ ഊര് എന്നുള്ള നിലയ്ക്ക് മാറി അത് ലോപിച്ചാണ് പഴയന്നൂരായത്. ഇതേമാതിരി തന്നെ പഴയന്നൂർ അന്നപൂർണേശ്വരി ക്ഷേത്രം മാറിയുണ്ട്. അപ്പം വരുന്ന വഴികളിലൊക്കെ നിന്ന് വന്നിട്ടുള്ള സ്ഥലം എന്നുള്ള പിന്നെ ഒരു ഖ്യാതി നിലനിൽക്കെ തന്നെ ഇതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഉള്ള ഈ അമ്പലത്തിലത്തെ നിറമാലയാണ് ഇന്ന്. പഴയന്നൂർ അമ്പലത്തിലത്തെ ഉത്സവത്തിന് മുമ്പാണ് സാധാരണ ഇത് നടക്കാറ്. അതേമാതിരി തന്നെ കൊല്ലംതോറും വളരെ ഗംഭീരമായിട്ട് പുതിയതായിട്ട് ഇവിടെ പുതിയ കമ്മിറ്റിയും ബാക്കിയൊക്കെ വന്ന് വളരെ അധ്വാനിച്ച് വളരെ ബുദ്ധിമുട്ടി ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലുള്ള ചെറിയ അമ്പലം എന്നാണെങ്കിൽ കൂടി ഇതിൻ്റെ പ്രശസ്തി ഒരുപാട് വലുതാണ്. CCV ന്യൂസ്, പഴയന്നൂർ.